ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ ശിവന് തന്റെ ഭാഗത്ത് നിന്ന് യാതൊരു സഹായവും ഉണ്ടാവുകയില്ല എന്ന് റസാക്ക് തറപ്പിച്ച് പറയുന്നതോടെ ശിവൻ പറഞ്ഞു, എന്നാ എനിക്ക് നിന്നേക്കാളും വലിയൊരു സേന എനിക്കൊപ്പമുണ്ട്. നീ എന്റെ സുഹൃത്തായതുകൊണ്ട് നിന്റെ നന്മയ്ക്കായിട്ട് ഞാനൊന്ന് പറയുക, നിന്റെ ഓർമ്മയിലേക്ക് വെക്കാനായി. ഇതേപോലെ തന്നെ കാക്കയിടുന്ന വേറൊരു വിഭാഗം കൂടിയുണ്ട്, അത് നിനക്കറിയാവല്ലോ. ആ കാക്കിക്ക് ഈ നാട്ടിൽ അവരെല്ലാവരും കൂടി ഒത്തുചേർന്നാൽ ഒരുപക്ഷെ നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ, നിന്റെ ഈ പോലീസ് സേനയേക്കാൾ രണ്ടിരട്ടി കൂടുതലായിരിക്കും അവർക്കൊപ്പം ഉണ്ടാവുക. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് രാത്രിക്കുള്ളിൽ ഞാൻ ആ കുഞ്ഞിനെ അമ്മയെ കണ്ടെത്തിയിരിക്കും എന്ന് പറഞ്ഞ് ശിവൻ റസാഖിനെ വെല്ലുവിളിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു. ഈ സമയത്ത് ശാരികയുടെ ഹെൽത്ത് കണ്ടീഷൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ശാരികയ്ക്ക് ആകെ ടെൻഷനായി, തന്റെ കുഞ്ഞിനെ കാണാൻ കഴിയാത്തതിന്റെ നിരാശയും അതോടൊപ്പം തന്റെ ആരോഗ്യസ്ഥിതിയും ഒക്കെ ആലോചിച്ച് തന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ ആശങ്കപ്പെട്ട് അങ്ങനെ ശാരിക ഓരോന്നും ആലോചിച്ച് ശാരികയുടെ BP കൂടിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് തന്റെ മകൻ മരിച്ചുപോയി എന്നുള്ള വാർത്ത സുസ്മിതയിൽ നിന്ന് അറിയാനിടയായ സത്യഭാമയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായി. സത്യഭാമ അക്കാര്യം തന്നെ ഓർത്ത് ബെഡിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ രോഹിത് ശാരികയുടെ കുഞ്ഞിനെ കാണാതായി എന്ന വാർത്ത അറിഞ്ഞതിന്റെ ടെൻഷനിൽ കുഞ്ഞിനെ കണ്ടെത്താനുള്ള ശ്രമം രോഹിത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ സമയത്ത് പെട്ടെന്ന് റെഡിയായി ശ്യാമ പുറത്തേക്ക് പോകാനായി ഇറങ്ങി വരുന്നത് കണ്ടതും രോഹിത് ശ്യാമയെ പിടിച്ചു നിർത്തി. അല്ല, ഈ സമയത്ത് നീ ഇപ്പൊ എങ്ങോട്ടാ എന്ന് ശ്യാമയോട് ചോദിച്ചപ്പോ, രോഹിത്തിന് അറിയത്തില്ലേ എന്റെ ചേച്ചി വയ്യാറെ ഹോസ്പിറ്റലാണെന്നുള്ള വിവരം, അതുകൊണ്ട് ചേച്ചിയെ കാണാനായിട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ രോഹിത് ചോദിച്ചു, അതെനിക്കറിയാം. അല്ല, നിന്റെ ചേച്ചി ഇന്നല്ലല്ലോ, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും അല്ലല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം ഇപ്പൊ നിനക്ക് തോന്നാനുള്ള കാരണം എന്ന് രോഹിത് ശ്യാമയോട് ചോദിക്കുന്നു. അത് എനിക്ക് എന്റെ ചേച്ചിയെ കാണണം തോന്നി, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്നതായിരുന്നു ശ്യാമയുടെ മറുപടി. ഉടനെ രോഹിത് പറഞ്ഞു, നിന്റെ ചേച്ചിയെ കാണാൻ എന്തായാലും ഇപ്പൊ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ അത് പറയാൻ രോഹിത്തിന് എന്താ അവകാശം? ഇതെന്റെ കുടുംബക്കാരിയാണ്, എന്റെ ചേച്ചിയാണ്, ഞാൻ പോകും എന്ന് പറഞ്ഞ് രോഹിത്തിനോട് തർക്കിക്കുന്ന ശ്യാമയെ രോഹിത് പിടിച്ചു നിർത്തുന്നു. അതെ, നീ ഇപ്പോ പോകുന്നത് നിന്റെ കുടുംബക്കാരിയല്ല, കുടുംബ കലഹം ഉണ്ടാക്കാനാണെന്ന് പറ, അതല്ലേ സത്യം? ഈ സമയത്ത് നിനക്ക് ശാലിനിയെ കുറ്റപ്പെടുത്തണം. ശാരികയ്ക്ക് തന്റെ കുഞ്ഞിനെ നഷ്ടമായി എന്ന്, ശാരികയുടെ കുഞ്ഞിനെ കാണുവാനില്ല എന്നുള്ള വിവരം ശാരികയെ അറിയിക്കണം. അതിനുവേണ്ടിയാണല്ലോ നീ ഇപ്പൊ ഒരുങ്ങിച്ചമഞ്ഞിറങ്ങാൻ പോകുന്നത്. എന്തായാലും ഈ യാത്ര ഞാൻ സമ്മതിക്കില്ല എന്ന് രോഹിത് പറയുമ്പോൾ അത് കേട്ട ശ്യാമ പറഞ്ഞു, അതെ, എനിക്കത് തന്നെ പറയാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അതെ, നിങ്ങളെല്ലാവരും കൂടി എന്റെ അടുത്ത് നിന്ന് ആ കുഞ്ഞിനെ മാറ്റിയതല്ലേ, ഞാൻ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അച്ഛൻ കൊണ്ടുപോയി സുരക്ഷിതമായി നോക്കാനായി കൊണ്ടുപോയി ഏൽപ്പിച്ചതല്ലേ കളക്ടർ മോളെ. എന്നിട്ട് എന്തായി? ആ കുഞ്ഞിപ്പോ എവിടെ ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. അതെ, അങ്ങനെ ഇരിക്കും. എന്നെ അവഗണിച്ചു പോകുന്നവർക്കൊക്കെ ഈശ്വരൻ കൊടുക്കുന്ന തിരിച്ചടി ഇത് തന്നെയാ, നിങ്ങൾക്കും വരാൻ പോകുന്ന ഇതുപോലെയുള്ള തിരിച്ചടികളാ എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു, ഇതിനേക്കാളും വലിയ ദുരന്തമൊന്നും ഇനി എന്റെ ജീവിതത്തിൽ സംഭവിക്കാനില്ല. നിന്നെ ഞാൻ എന്റെ കൂടെ കൂട്ടിയത് തന്നെയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ഇതിലപ്പുറമൊന്നും ഇനി എനിക്ക് സംഭവിക്കില്ല എന്ന് രോഹിത് ശ്യാമയോട് പറയുന്നു. എല്ലാം കേട്ട് ശ്യാമ കലുതുള്ളി അങ്ങനെ നിൽക്കുമ്പോ രോഹിത് പറഞ്ഞു, അതെ, എന്തായാലും ഇപ്പൊ നിന്നെ ഞാൻ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല. ആ ശാരിക ഇപ്പോ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള പ്രതീക്ഷയോടെ ആ പാവം ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ആ പാവത്തിനടുത്ത് ചെന്ന് ഇങ്ങനെ ഒരു വാർത്ത പറയാനായി നീ തയ്യാറെടുത്താൽ അത് ഞാൻ അനുവദിച്ചു തരില്ല, അത് ഞാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ശ്യാമേ, ഇപ്പൊ പോകാനുള്ള നിന്റെ ഈ ഈ ഒരു പ്രതീക്ഷ, ഈ ഒരു നീക്കം അതങ്ങ് അവസാനിപ്പിച്ചേക്ക്, അതാ നിനക്ക് നല്ലത് എന്ന് രോഹിത് ശ്യാമ ഇത് കണ്ടതും ശ്യാമ പറഞ്ഞു, എനിക്ക് പോണം രോഹിത്, ഞാൻ പോവുക തന്നെ ചെയ്യും. രോഹിത്തിനി എന്നെ പറഞ്ഞാലും ഞാൻ പോകുമെന്ന് പറഞ്ഞ് രോഹിത്തിനെ മറികടന്ന് ശ്യാമ പോകാൻ ശ്രമിക്കുമ്പോൾ രോഹിത് ശ്യാമയെ തടുത്തു നിർത്തി. നീ എന്റെ ഭാര്യയാണെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല. അത് എന്തായാലും ഇനി എന്ത് സംഭവിച്ചാലും നിന്നെ ഞാൻ വിടില്ല എന്ന് രോഹിത് തറപ്പിച്ച് പറയുന്നതോടെ ശ്യാമ രോഹിത്തിന്റെ ആ തീരുമാനത്തെ ഒടുവിൽ അംഗീകരിച്ചു. ഈ സമയത്ത് സത്യഭാമ ആകെ ദേഷ്യത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ശാലിനി സത്യാമ്മയുടെ വീട്ടുമുറ്റത്തേക്ക് സത്യമംഗലത്തേക്ക് വന്നെത്തി. ഉടനെ ശാലിനിയുടെ വണ്ടി നിന്ന് ശാലിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടി പോവുകയും ചെയ്തു. ശാലിനി അകത്തേക്ക് കയറി വരുമ്പോൾ സത്യാമ്മയുടെ മനസ്സിൽ മുഴുവൻ ശാലിനി തന്റെ മകനെ കൊല ചെയ്തിട്ട് അവന്റെ പേരിലുണ്ടായിരുന്ന ആ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി മനഃപൂർവ്വം വിഷ്ണുവിന്റെ ജീവൻ എടുത്തവൾ എന്നുള്ള ധാരണ, അത് സുസ്മിത സത്യാമ്മയുടെ മനസ്സിൽ ശക്തമായി അടിച്ചേൽപ്പിച്ചതിനാൽ ആ ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് സത്യഭാമ ശാലിനിയുടെ വരവ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു.
ശാലിനി അകത്തേക്ക് കയറി വരാനായി സിറ്റൗട്ട് കടന്ന് വാതിൽപ്പടി കടക്കാൻ തുടങ്ങിയപ്പോൾ സത്യാമ്മ മുന്നിലേക്ക് ചെന്ന് നിൽക്കുന്നു. ശാലിനി ആകെ ഞെട്ടലോടെ സത്യാമ്മയെ നോക്കുകയാണ്. സത്യാമ്മ വളരെ രൂക്ഷമായി ശാലിനിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുന്നു. അടുത്തു വന്ന് തന്നെ അകത്തേക്ക് കയറാൻ അനുവദിക്കാതെ തന്നെ മുട്ടിയില്ല എന്ന രീതിയിൽ തന്റെ അരികിലേക്ക് ചേർന്ന് വന്ന് തന്റെ കണ്ണിലേക്ക് തന്നെ രൂക്ഷമായി നോക്കുന്ന സത്യാമ്മയുടെ കണ്ണിലെ ആ തീ കൃത്യമായി ശാലിനി തിരിച്ചറിഞ്ഞു. എന്താ സത്യാമ്മേ, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോഴേക്കും നീ എങ്ങോട്ടാ കയറുന്നത് എന്നായിരുന്നു സത്യാമ്മയുടെ ചോദ്യം. അതെന്താ ചോദ്യം സത്യാമ്മേ, ഞാൻ വീടിനകത്തേക്ക്, ഇവിടേക്ക് അല്ലാതെ ഞാൻ എവിടെ പോകാനാ എന്ന് ശാലിനി ചോദിച്ചപ്പോഴേക്കും നീ എങ്ങോട്ടാ കയറി പോകുന്നെന്നാ ചോദിക്കുന്നത് എന്ന് സത്യാമ്മ വീണ്ടും ദേഷ്യപ്പെട്ടു. സത്യാമ്മ എന്ത് ചോദ്യം ചോദിക്കുന്നത്, ഞാൻ വീട്ടിലേക്ക് കയറാൻ വന്നതാ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, ഏത് വീട്? ഇതെന്റെ മോൻ താമസിക്കാനേ, അവന് വേണ്ടി പണിത വീടാണ്, അവന് ജീവിക്കാനേ, അവിടേക്ക് നീ കയറേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് സത്യാമ്മ ബഹളം വെച്ചു. ഉടനെ ശാലിനി ചോദിച്ചു, അതെന്താ സത്യാമ്മ അങ്ങനെ പറയുന്നത്? ഞാൻ സത്യാമ്മയുടെ മകന്റെ ഭാര്യയല്ലേ എന്ന് പറഞ്ഞതും ആ നിമിഷം സത്യഭാമ ശാലിനിയുടെ കരണത്തടിക്കുന്നു. ഇതോടെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ശാലിനി. സത്യാമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് ശാലിനി അന്വേഷിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, നീ എന്റെ മകനെ കൊന്നു തിന്നില്ലേടി, എന്റെ മോന്റെ പേരുച്ചരിക്കാൻ പോലുമുള്ള അർഹത നിനക്കുണ്ടോ? അവന്റെ ജീവൻ എടുത്തില്ലേ? എന്റെ മോനെ കൊന്ന് നീ അവനെ വിറ്റ് കാശാക്കിയില്ലേ എന്ന് ചോദിച്ച് സത്യാമ്മ ശാലിനിയോട് ദേഷ്യപ്പെടുമ്പോ ശാലിനി വല്ലാത്ത ഞെട്ടലോടെ നോക്കുകയാണ്. ശാലിനിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ശാലിനിയെ വല്ലാതെ ഉപദ്രവിക്കുന്നു സത്യഭാമ. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന പൊന്നി അരികിലേക്ക് ഓടി വന്ന് സത്യാമ്മയെ വിട് സത്യാമ്മ എന്ന് പറഞ്ഞ് ശാലിനിയെ സത്യാമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ പൊന്നി ആകുന്ന വിധത്തിൽ ശ്രമിക്കുന്നു. പക്ഷേ സത്യാമ്മ പൊന്നിയെ മാറ്റി നിർത്തി. മാറി നിക്കടി അങ്ങോട്ട്, എന്റെ മോന്റെ ജീവൻ എടുത്ത ഇവളെ ഞാൻ കൊല്ലും, ഇവള് മരിക്കണം എന്ന് പറഞ്ഞ് സത്യാമ്മ ശാലിനിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും കർണത്തടിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആ അടിയെല്ലാം കൊണ്ട് ശാലിനി സത്യാമ്മയോട് പറഞ്ഞു, സത്യാമ്മ ഞാനൊന്ന് പറയട്ടെ, ഞാനല്ല എന്ന് പറഞ്ഞ് ശാലിനി സത്യം പറയാൻ ശ്രമിക്കുമ്പോഴേക്കും സത്യഭാമ അതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, എന്റെ മകനെ കൊന്നിട്ട് അവനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും നീ എന്നെ അനുവദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് സത്യാമ്മ വീണ്ടും ശാലിനിയെ തലങ്ങും വിലങ്ങും തല്ലിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് കുട്ടികള് അവിടേക്ക് എത്തുന്നത്. കുട്ടികൾ ഓടി വന്ന് സത്യാമ്മേ, അമ്മ എന്തിനാ തല്ലുന്നത് എന്ന് ചോദിച്ച് കുട്ടികൾ അരികിലേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും സത്യഭാമ കുട്ടികളടുത്തേക്ക് ഓടി വരുന്നത് കണ്ട് ശാലിനിയെ മക്കളെ ചേർത്ത് പിടിച്ചു. ഉടനെ സത്യഭാമ ശാലിനിയോട് ദേഷ്യപ്പെട്ടു, മാറി നിൽക്കങ്ങോട്ട്, എന്റെ മോന്റെ ചോരയായത് എന്ന് പറഞ്ഞ് സത്യഭാമ ശാലിനിയോട് ദേഷ്യത്തോടെ കുട്ടികളെ അകത്തേക്ക് കയറ്റി നിർത്താനായി പൊന്നിയോട് പറയുന്നു. അങ്ങനെ മക്കളെ രണ്ടുപേരെയും വേഗം അകത്തേക്ക് കൊണ്ടുപോയി സത്യഭാമ വാതിലടച്ച് വേഗം പുറത്തേക്ക് ഇറങ്ങി. കുട്ടികൾ അകത്ത് നിന്ന് ബഹളം വെച്ചുകൊണ്ടിരുന്നു. സത്യാമ്മയെ വാതിൽ തുറക്ക്, അമ്മയെ വഴക്ക് പറയല്ലേ, അമ്മയെ തല്ലല്ലേ എന്ന് പറഞ്ഞ് കുട്ടികൾ അവിടെ നിന്ന് ബഹളമുണ്ടാക്കി. ഈ സമയത്ത് ശാലിനിയെ ബലമായി പിടിച്ചുകൊണ്ട് വന്ന് സത്യഭാമ ആ വാതിൽ കട്ടിളപ്പടിയിൽ ശാലിനിയുടെ തല ഇടിപ്പിക്കുകയാണ്. നീ ചാകണം എന്ന് പറഞ്ഞ് സത്യഭാമ ബലമായി ശാലിനിയുടെ നെറ്റി ആ കട്ടിളപ്പടിയിലേക്ക് കൊണ്ടു ചെന്നിടിപ്പിക്കുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അവിടേക്ക് ശിവൻ വന്നെത്തുന്നത്. ശിവൻ വണ്ടി വന്ന് നിർത്തിയതും ശാലിനിയെ ഉപദ്രവിക്കുന്ന സത്യാമ്മയുടെ സത്യഭാമയുടെ ക്രൂരമായ പ്രവൃത്തി കണ്ടുകൊണ്ട് ശിവൻ അരികിലേക്ക് ഓടിയെത്തി. ശാലിനിയുടെ തല ആ ഭിത്തിയിലേക്ക്, ആ കട്ടിളപ്പടിയിൽ ഇരിക്കാതിരിക്കാൻ ശിവൻ വേഗം തന്റെ കൈ അവിടെ കൊണ്ടുവന്ന് ആ കട്ടിളപ്പടിയിൽ ചേർത്ത് വെച്ച് സത്യമ്മ അരുത് എന്ന് പറഞ്ഞ് ശിവൻ കൈ ഇടയിൽ കയറി പിടിക്കുന്നു. ശിവനെ തള്ളി മാറ്റുകയാണ് സത്യഭാമ. മാറി നിൽക്ക് ശിവ അങ്ങോട്ട് എന്ന് പറഞ്ഞ് സത്യമ്മ ശിവനെ തള്ളി മാറ്റുന്നു. ഉടനെ വീണ്ടും ശിവൻ പറഞ്ഞു, സത്യാമ്മേ ഒന്ന് പറയുന്ന കേൾക്ക് സത്യാമ്മ എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു, മാറി നിൽക്കടാ, എന്റെ മോനെ കൊന്നിട്ട് അവനെ വിറ്റ് കാശാക്കി 30 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇവൾ എന്റെ മോനെ കൊന്നില്ലേ? എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എന്റെ സമ്പത്ത് മുഴുവൻ ഞാൻ കൊടുക്കുമായിരുന്നല്ലോ. എന്റെ മോന്റെ ജീവൻ ഇവൾ എന്തിനാ എടുത്തത് എന്ന് ചോദിച്ച് സത്യാമ്മ വീണ്ടും ശാലിനിയെ തല്ലുകയാണ്. ഇവൾ ചാകണം, എന്റെ മോനെ കൊന്ന ഇവള് ജീവിക്കണ്ട, ഇവള് മരിക്കണം, ഞാൻ ജയിലിൽ പൊക്കോളാം, എന്നാലും എന്റെ മോന്റെ ജീവൻ എടുത്ത ഇവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ശാലിനിയുടെ നെറ്റി വീണ്ടും ആ കട്ടിളപ്പടിയിൽ കൊണ്ടുചെന്ന് ഇടിപ്പിക്കുന്നു. ഈ സമയത്ത് ശിവൻ സത്യാമ്മയെ പിടിച്ചു മാറ്റുകയാണ്. സത്യാമ്മ മാറി നിൽക്ക് സത്യാമ്മ എന്ന് പറഞ്ഞിട്ട് സത്യാമ്മ എന്തിനൊരു പരിഹാരം ഉണ്ടാക്കാലോ. ശാലിനി അങ്ങനെ ചെയ്തു എങ്കിൽ തന്നെ ശാലിനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇനി ഒരുപക്ഷെ അങ്ങനെ ചെയ്തെങ്കിൽ അതിന് തക്കതായ കാരണം എന്തെങ്കിലും ഉണ്ടാവും സത്യാമ്മേ എന്ന് ശിവൻ പറയുന്നു. ഉടനെ സത്യഭാമ ദേഷ്യപ്പെട്ടു, നിനക്ക് എന്തറിയാം? എന്റെ മോൻ എത്രത്തോളം ഇവളെ സ്നേഹിച്ചതാണെന്ന് നിനക്കറിയാവോ? അത്രമേൽ ജീവന് തുല്യം സ്നേഹിച്ച ഇവളെ എന്റെ മോനോട് ഇവള് ചെയ്ത ഇത്രയും വലിയ ക്രൂരത അത് നിനക്കറിയില്ല, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ശിവ എന്ന് പറഞ്ഞ് സത്യമ്മ ശിവനോട് ശാലിനിയെ കുറിച്ച് പറയുന്നു. ശാലിനി അപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ട്
സത്യാമ്മയെ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാൻ സത്യഭാമ കൂട്ടാക്കുന്നില്ല. ഉടനെ ശിവൻ സത്യഭാമയോട് പറഞ്ഞു, സത്യാമ്മേ, അച്ഛനൊന്ന് വരട്ടെ, സത്യാമ്മ അതുവരെ ഒന്ന് ക്ഷമിക്കേ, അച്ഛനൊരു തീരുമാനം എടുക്കട്ടെ എന്ന് ശിവൻ ആവശ്യപ്പെടുമ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, വേണ്ട, ഇക്കാര്യത്തിൽ എന്റെ തീരുമാനമാണ്. ഇനി ഇവൾ ഈ വീട്ടിൽ വേണ്ട. എന്റെ മോന്റെ ഭാര്യയായി ഇത്രയും നാൾ ഇവൾ ഇവിടെ വിലസി. എന്റെ മകനെ കാണാതായപ്പോ എല്ലാം അറിഞ്ഞു വെച്ച് ഇവൾ മനഃപൂർവ്വം ഇവിടെ എല്ലാവർക്കും മുന്നിൽ ഇവൾ അഭിനയിക്കുകയായിരുന്നു. ഇനി ഇവളുടെ നാടകം കാണാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ഇവളെ ശപിക്കുകയാണ്. ഈ ജന്മത്തെന്നല്ല, ഇനി ഒരു ജന്മത്തും നിനക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല. ഇനി ഞാൻ നിന്നെ തിരിച്ച് ഈ വീട്ടിലേക്ക് കയറ്റുന്ന ഒരു നിമിഷം ഉണ്ടായാൽ അന്ന് ഈ സത്യഭാമയുടെ മരണമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ ശാലിനിയോ അവിടുന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു. ശിവൻ ഇതെല്ലാം കണ്ട് ആകെ ഞെട്ടലോടെ നോക്കി വെക്കുമ്പോൾ ശാലിനിയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി ഈ പടി കടന്ന് നീ വന്നു പോകരുത്. എന്റെ മോനെ ഇല്ലാതാക്കിയ നീ ഇനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് സത്യാമ്മ ശാലിനിയെ അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് തള്ളുന്നു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, സത്യാമ്മയെ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞതും, ശരിയാ, സത്യാമ്മയുടെ മകൻ മരിച്ചു, അത് സത്യമാ. വിഷ്ണുവേട്ടൻ നമ്മളെ എല്ലാവരെയും വിട്ടുപോയി. ഞാൻ ഒരു തെറ്റേ ചെയ്തുള്ളൂ, അത് സത്യാമ്മയോട് പറഞ്ഞില്ല. അതാണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞ് ശാലിനി കൈകൂപ്പി പൊട്ടിക്കരയുമ്പോൾ അതിന് എന്നോട് ക്ഷമിക്കും സത്യാമ്മ എന്ന് പറഞ്ഞ് ശാലിനി ക്ഷമ ചോദിക്കുമ്പോഴേക്കും സത്യഭാമ, നിന്റെ ഒരു ക്ഷമയും എനിക്ക് കേൾക്കണ്ട എന്നും ഇത്രയും വലിയ ക്രൂരയാണ് നീ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലെന്നും ഇനി ഒരിക്കലും നിന്നോട് ഞാൻ പൊറുക്കില്ല. ഇനി ഒരു കാലത്തും നിനക്ക് വേണ്ടി ഈ വാതിൽ ഞാൻ തുറക്കില്ല എന്ന് പറഞ്ഞ് സത്യാമ്മ കരുതുള്ളി അവിടുന്ന് പോന്നു. സത്യാമ്മയോട് ശാലിനി അപ്പോഴും പറഞ്ഞു, സത്യാമ്മേ, ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ അതിന് കാരണമുണ്ട് സത്യാമ്മേ. അക്കാര്യം ഞാൻ മറച്ചു വെച്ചെങ്കിൽ അതിന് കാരണമുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട. നീ ഇനി ഒരക്ഷരം പോലും എന്നോട് പറയുകയും വേണ്ട. നിന്റെ കള്ളക്കഥകളൊന്നും ഇനി എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് സത്യാമ്മ കരുതുള്ളി വേഗം ആ ഉമ്മറത്തേക്ക് കയറി. അതിനുശേഷം വാതിലടച്ച് അകത്തേക്ക് കയറുന്നു. ശാലിനി ആകെ തളർന്ന് അവിടെ തന്നെ ഇരിക്കുമ്പോൾ അകത്ത് കുട്ടികൾ പൊന്നിയോട് ചോദിച്ചു, പൊന്നിയാൻറ്റി, എന്തിനാ സത്യാമ്മ അമ്മയെ വഴക്കു പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അറിയില്ല മക്കളെ എന്നായിരുന്നു പൊന്നിയുടെ മറുപടി. ഉടനെ സത്യാമ്മേ എന്ന് വിളിച്ച് കുട്ടികൾ ബഹളം വയ്ക്കുമ്പോഴേക്കും സത്യഭാമ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വേഗം അവിടെ നിന്ന് അകത്ത് നിന്ന് വാതിൽ ലോക്ക് ചെയ്തു. കുട്ടികൾ രണ്ടുപേരും സത്യഭാമയോട് ചോദിച്ചു, സത്യാമ്മേ, എന്തിനാ അമ്മയെ തല്ലിയത്, അമ്മയെ വഴക്ക് പറഞ്ഞത് എന്തിനാ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ മക്കളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഈ സമയം ശാലിനി ആ മുറ്റത്ത് വണ്ടിയിലേക്ക് തല ചേർത്ത് വെച്ച് അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. തൻ്റെ നിരപരാധിത്വം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും കഴിയാതെ പോയതിന്റെ നിരാശയായിരുന്നു ആ നിമിഷം ശാലിനിക്ക്. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ബെഡിൽ കിടന്ന ശാരിക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടാതെ വല്ലാത്ത അസ്വസ്ഥത കാണിച്ചു. ഇത് അരികിൽ നിന്നിരുന്ന സിസ്റ്റർമാർ കാണാനിടയായി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് രണ്ടുപേരും അരികിലേക്ക് ചെന്നതും ശ്വാസം മുട്ടുന്നു, ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞതും ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വേഗം തന്നെ അവിടെ സിസ്റ്റർ ഓടിപ്പോകുന്നു. വല്ലാത്ത അസ്വസ്ഥതയാണോ എന്ന് ചോദിച്ചതും ശാരികയുടെ നെഞ്ച് തടവി കൊടുക്കുകയാണ് ഒരു സിസ്റ്റർ അവിടെ നിന്ന്. ഈ സമയത്ത് ഡോക്ടറെ ക്യാബിനിലേക്ക് സിസ്റ്റർ ഓടിയെത്തി. പ്രിയ ചില ഫയലുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അരികിലേക്ക് വന്ന സിസ്റ്റർ പറഞ്ഞു, ഡോക്ടർ ശാരിക്ക് വല്ലാത്ത അസ്വസ്ഥത, ക്രിട്ടിക്കലാണ്, ശാരിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞതും വേഗം തന്നെ ഡോക്ടർ എഴുന്നേറ്റ് വേഗം ശാരിയുടെ അരികിലേക്ക് ചെന്നു. ശാരിക്ക് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ട് കാണിക്കുന്നത് ഡോക്ടർ വന്ന് പരിശോധിച്ചു. എന്നിട്ട് എത്രയും വേഗം ബൈസ്റ്റാൻഡറെ വിളിക്കുക, വേഗം തന്നെ ശാരികയും ICUയിലേക്ക് മാറ്റണം എന്ന് ഡോക്ടർ അറിയിച്ചു. ഉടൻ തന്നെ എല്ലാവരും ശാരികയെ വേഗം തന്നെ ICUയിലേക്ക് മാറ്റാനായി സിസ്റ്റർമാർ അവിടെ എത്തി. സിസ്റ്ററിൽ ശാരികയെ അവിടെ ICUയിലേക്ക് വേഗം ഷിഫ്റ്റ് ചെയ്തു. ഈ സമയത്ത് ശാലിനി ആകെ തകർന്നിരിക്കുന്നത് കൊണ്ട് ശിവൻ വണ്ടിയിലേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി ആകെ തളർന്ന അവശയായി മാറിയിരിക്കുകയാണ്. ഉടനെ തന്നെ ശിവൻ ശാലിനിയുടെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, ശാലിനി, ഈ ഒരു അവസ്ഥയിൽ സത്യാമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, ശിവ, എനിക്കറിയില്ല, ഞാൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. സത്യം അറിഞ്ഞപ്പോൾ ഇവിടെ ആരെ അറിയിച്ചില്ല, അത് സത്യം തന്നെയാണ്. എല്ലാം സാവകാശം എല്ലാം പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്താമെന്നും എല്ലാം പറഞ്ഞ് സാവകാശം എല്ലാവരെയും അറിയിക്കാമെന്നുമാണ് ഞാൻ കരുതിയത്. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് ഇവിടെ ആരെ അറിയിച്ചെന്ന് എനിക്കറിയില്ല. ഇത്ര വേഗം സത്യാമ്മയുടെ കാതുകളിൽ എങ്ങനെ എത്തിച്ചെന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ശിവൻ പറഞ്ഞു, എന്തായാലും സത്യാമ്മയെ ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സത്യാമ്മയെ കാര്യം മനസ്സിലാക്കിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ശിവൻ ശാലിനിയോട് പറഞ്ഞു. എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ ഇവിടെ സംഭവിച്ചത് എന്താണെന്നുള്ള കാര്യം അത് സത്യാമ്മയെ അറിയിക്കാൻ അത്ര വേഗം സാധിക്കില്ല.
സത്യാമ്മ ഈ വാതിൽ കൊട്ടിയടച്ചെങ്കിൽ അത് ഉടനെ ഒന്നും തുറക്കില്ല എന്ന് ശിവൻ പറയുമ്പോൾ ശാലിനി പറഞ്ഞു, എങ്ങനെയും സത്യാമ്മയോട് എനിക്ക് സത്യങ്ങൾ പറഞ്ഞേ പറ്റൂ. അന്ന് ഈ മരണ വാർത്ത സത്യാമ്മയെ അറിയിക്കണമെന്ന് അല്ല, ഇവിടെ ആരെയും അറിയിക്കേണ്ട എന്നായിരുന്നു അന്ന് രേഷ്മയോട് വിഷ്ണുവേട്ടൻ പറഞ്ഞിരുന്നത്. അതിൻ പ്രകാരമല്ലേ രേഷ്മ അതെല്ലാം ചെയ്തത്. അക്കാര്യം ഞാൻ എങ്ങനെയാണ് ഇവിടെ സത്യാമ്മയോട് പറയുക എന്ന് ശാലിനി ആശങ്കപ്പെടുമ്പോൾ ശിവൻ പറഞ്ഞു, ഇനി സത്യാമ്മ ഇതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ലല്ലോ, അതല്ലേ സത്യം എന്ന് ശാലിനിയോട് വിഷ്ണു ശിവൻ അറിയിച്ചു. എല്ലാം കേട്ടതും ശാലിനി ആകെ തകർന്നിരിക്കുകയാണ്. അല്ല, ഇപ്പോ എന്തിനാ ശാലിനി ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇവിടെ ആരും അറിഞ്ഞ് വേദനിക്കണ്ട എന്ന് കരുതി അല്ലേ? അതുകൊണ്ടല്ലേ സ്വയം ഈ വേദനയെല്ലാം ഉള്ളിൽ ഒതുക്കി കൊണ്ടു നടന്നത്? എന്നിട്ടിപ്പോ എന്തായി എന്ന് ചോദിച്ചപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അല്ലെങ്കിലും എന്നും എനിക്ക് ഇത് തന്നെയാ സംഭവിക്കാറുള്ളത്. മറ്റുള്ളവർ വേദനിക്കരുത്, പെടരുത് എന്ന് കരുതി എല്ലാ സത്യവും ഉള്ളിലൊതുക്കി പലരെയും സഹായിച്ചിട്ടുണ്ട്. പല സന്ദർഭത്തിലും പലരുടെയും വേദന മനസ്സിലാക്കി അവരെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവസാനം അവരിൽ നിന്നൊക്കെ തിരിച്ചടികളാണ് ഇതിനു മുമ്പ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. എൻ്റെ ജീവിതം അങ്ങനെയാണ്. പലപ്പോഴും തിരിച്ചടികൾ മാത്രമാണ് എനിക്ക് ഫലമായി കിട്ടുന്നത് എന്ന് ശാലിനി വേദനയോടെ ശിവനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും ശിവൻ പറഞ്ഞു, അതെ, ഇത്രത്തോളം വേദന സഹിച്ച് ഇത്രയും നാളും തനിച്ച് ഈ സങ്കടമെല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ടും അവസാനം കിട്ടിയ ഫലം ഇങ്ങനെ തന്നെ ആയില്ലേ എന്ന് ശിവൻ വേദനയോടെ ശാലിനിയോട് പറഞ്ഞു. അപ്പോഴേക്കും പൊന്നി എവിടേക്ക് ഓടിയെത്തി. ശാലിനി കുഞ്ഞെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം കണ്ട് എല്ലാത്തിനും സാക്ഷിയായി നിൽക്കാൻ മാത്രമല്ലേ എനിക്ക് സാധിക്കൂ. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്നറിയില്ല പൊന്നി. സത്യത്തിൽ ഇതെങ്ങനെ സത്യാമ്മ അറിഞ്ഞെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ പൊന്നി പറഞ്ഞു, ഇതിനെല്ലാത്തിനും കാരണക്കാരി ആ സുസ്മിതയാ. അവരിവിടെ വന്നിരുന്നു, ഇനിയും വരുമെന്ന് പറഞ്ഞാ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു. സുസ്മിതയോ? അതെ കുഞ്ഞെ, ഒരു ഇൻഷുറൻസ് ഏജന്റിനെയും കൂട്ടിയാ ഇവിടെ വന്നത്. അവർ രണ്ടുപേരുമാണ് ഈ കാര്യങ്ങളൊക്കെ സത്യാമ്മയെ അറിയിച്ചത്. അത് കേട്ടതും ആകെ ടെൻഷനായി ശാലിനിക്ക്. അപ്പോ അവൾ എന്റെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അല്ലെ? ഞാൻ എന്തെല്ലാം ചെയ്യുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അവൾ എന്റെ പിന്നാലെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഉടനെ ശിവൻ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, അല്ല, അവർക്ക് എന്താ ശാലിനിയോട് ഇത്ര വൈരാഗ്യം? അവരെപ്പോഴും ശാലിനിയോട് ഇതുപോലെയുള്ള തിരിച്ചടികൾ നടത്തുന്നതിൽ, ശാലിനിയെ ഇതുപോലെ ഓരോ പ്രശ്നത്തിൽ അകപ്പെടുത്തുന്നതിൽ മുൻപന്തിയിലാണല്ലോ അവരെപ്പോഴും എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, അതെ, അത് സ്നേഹത്തിന്റെ പ്രതികാരമാണ്, അതാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഉടനെ പൊന്നി പറഞ്ഞു, ഇനിയും വരുമെന്ന് പറഞ്ഞിട്ടാ അവര് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ സുസ്മിത, അവൾ ഇനി എന്തിനാ വരുന്നത്? എന്തായാലും അവൾക്കുള്ള തിരിച്ചടി ഞാൻ കൊടുത്തോളാം. അവൾ എന്നെ കൊന്നു തിന്നിട്ടേ അവൾക്ക് ആശ്വാസമാകൂ, അതാ എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ശാലിനിയുടെ ഫോൺ റിങ് ചെയ്തു. ആരാന്ന് ഫോൺ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ശിവനോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ശാലിനി, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പ്രിയ എന്ന് പറഞ്ഞതും പറഞ്ഞോളൂ പ്രിയേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഡോക്ടർ പറഞ്ഞു, ശാരിക്ക് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ശാലിനി ഒന്ന് വേഗം ഇവിടെ എത്തുവോ എന്ന് ചോദിച്ചു. ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു. ഉടനെ ശിവനെ നോക്കി ശാലിനി പറഞ്ഞു, നമുക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. ശാരികേച്ചിക്ക് അല്പം സീരിയസ് ആണെന്നാ പറഞ്ഞത്, വേഗം ചെല്ലണമെന്ന് ഡോക്ടർ അറിയിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ശാലിനി, ശിവ, നമുക്കിപ്പോൾ തന്നെ പോകണം എന്ന് പറഞ്ഞു. ശരി ശാലിനി, ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞ് ശിവൻ വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പൊന്നി, മക്കളെ നോക്കണേ എന്ന് ശാലിനി പൊന്നിയോട് അറിയിച്ചു. ശരിയെന്ന് ശാലിനി സമ്മതിച്ചതും ഉടനെ തന്നെ ശിവൻ വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ ശാലിനി വണ്ടിയിലേക്ക് കയറുന്നത് കണ്ട് കുട്ടികൾ മുകളിൽ നിന്ന് വിളിച്ചു, അമ്മ എവിടെ പോവാ? അമ്മ പോവാണോ? ഞങ്ങളും കൂടി അമ്മയുടെ കൂടെ വരുവാ, ഞങ്ങളെയും കൊണ്ടുപോവോ? ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പേടിയാ എന്ന് കുട്ടികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഉടനെ ശാലിനി പറഞ്ഞു, മക്കളെ, അമ്മ ഉടനെ വരും, അമ്മ ഇപ്പൊ തന്നെ മടങ്ങി വരും എന്ന് പറഞ്ഞ് ശിവന്റെ കൂടെ ശാലിനി വേഗം വണ്ടിയിൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ടു. ശാലിനിയും കൂട്ടി ശിവൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് കുട്ടികളാകെ ടെൻഷനോടെ അവിടെ നിന്ന് പൊന്നിയെ വിളിച്ചു. പൊന്നിയാൻറ്റി, അമ്മ എവിടെ പോയതാ? ഇപ്പൊ വരുവോ എന്ന് ചോദിച്ചു. ഉടനെ എത്തും, ശാരിക ആൻറ്റിയെ കാണാനായിട്ട് അമ്മ ഹോസ്പിറ്റലിൽ പോയതാ എന്ന് പറഞ്ഞു. അതെയോ, അമ്മ വന്ന് ഞങ്ങളെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും കൊണ്ടുപോകും, മക്കൾ വിഷമിക്കാതിരിക്കെ, ഉടനെ തന്നെ അമ്മ വരും എന്ന് ഉടനെ ശാരികയുടെ അവസ്ഥയെക്കുറിച്ച് കുട്ടികളോട് വിശദമായി പറയാതെ ശാരിക ആൻറ്റിയെ കാണാൻ പോയതാണെന്നും മക്കളെ ടെൻഷൻ ആവേണ്ടെന്നും പൊന്നി കുട്ടികളെ സമാധാനിപ്പിക്കുന്നു.